JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ ലഭ്യമാവുകയുള്ളൂ. ഇനി ഡിവിഷണൽ അക്കൗണ്ടിന്റെ പരീക്ഷയ്ക്ക് വെറും 2 ദിവസം കൂടി മാത്രമാണുള്ളത് അല്ലേ. ഇപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് ഈ ചാനലിലൂടെ ലഭ്യമാണ്. അതോടൊപ്പം തന്നെ റാങ്ക് ഫയൽ ലഭ്യമാണ്. റാങ്ക് ഫയൽ ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ റാങ്ക് ഫയൽ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതും PSC നിരന്തരമായിട്ട് ആവർത്തിക്കുന്നതുമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ്? ഒരു ഉറവിട രേഖ എന്താണ്? ആർക്കൊക്കെ അറിയാം ഒരു ഉറവിട രേഖ, സോഴ്സ് ഡോക്യുമെന്റ് എന്താണ് എന്ന് ആർക്കൊക്കെ അറിയാം? നിങ്ങൾ അറിയാവോ ആർക്കെങ്കിലും? 4 ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സോഴ്സ് ഡോക്യുമെന്റ് എന്താണ്? വാട്ട് ഈസ് എ സോഴ്സ് ഡോക്യുമെന്റ്? ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ. ഒറിജിനൽ റെക്കോർഡ്സ് ദാറ്റ് പ്രൊവൈഡ് എവിഡൻസ് ഓഫ് എ ട്രാൻസാക്ഷൻ. അതായത് ഒരു ഇടപാടിന്റെ തെളിവ് നൽകുന്ന യഥാർത്ഥ രേഖകൾ, അതാണ് സോഴ്സ് ഡോക്യുമെന്റ്. മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സോഴ്സ് ഡോക്യുമെന്റ്? താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സ്രോതസ് രേഖയുടെ ഉദാഹരണം, സോഴ്സ് ഡോക്യുമെന്റിന്റെ ഉദാഹരണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, ഇൻവോയ്സ് ആണല്ലേ. ഇൻവോയ്സ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ സോഴ്സ് ഡോക്യുമെന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. The periodically assumption implies that, അതായത് ആനുകാലിക അനുമാനം സൂചിപ്പിക്കുന്നത്, ആനുകാലിക അനുമാനം സൂചിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? The economic life of a business can be divided into artificial time periods. അതായത് ഒരു ബിസിനസിന്റെ സാമ്പത്തിക ജീവിതത്തെ കൃത്രിമ കാലഘട്ടങ്ങളായി തിരിക്കാം. അതാണ് ആനുകാലിക അനുമാനം സൂചിപ്പിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. The going concern assumption implies that. The going concern assumption implies that. തുടരുന്ന ആശങ്ക അനുമാനം സൂചിപ്പിക്കുന്നത്. The going concern assumption സൂചിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ ആണല്ലേ. എ ബിസിനസ് വിൽ കണ്ടിന്യൂ ടു ഓപ്പറേറ്റ് ഇൻഡെഫിനിറ്റ്ലി. ഒരു ബിസിനസ് അനിശ്ചിതമായി പ്രവർത്തിക്കുന്നത് തുടരും. The going concern assumption implies that a business will continue to operate indefinitely. അടുത്ത ക്വസ്റ്റ്യൻ. The monetary unit assumption states that. പണ യൂണിറ്റ് അനുമാനം ഇപ്രകാരം പറയുന്നു. എപ്രകാരമാണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. only transactions that can be expressed in money should be recorded. പണമായി പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഇടപാടുകൾ മാത്രമേ രേഖപ്പെടുത്താവൂ. The monetary unit assumption states that only transactions that can be expressed in money should be recorded. അടുത്ത ക്വസ്റ്റ്യൻ. The business entity assumption state that. ബിസിനസ് സ്ഥാപനത്തിന്റെ അനുമാനം ഇപ്രകാരം പറയുന്നു. The business entity assumption state that. ഇപ്രകാരം പറയുന്നു. എന്താണ് പറയുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം എന്ന്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലേ. എ ബിസിനസ് ഫിനാൻഷ്യൽ റെക്കോർഡ് ഷുഡ് ബി കെപ്റ്റ് സെപ്പറേറ്റ് ഫ്രം ദ ഓണേഴ്സ് പേഴ്സണൽ റെക്കോർഡ്സ്. അതായത് ഒരു ബിസിനസിന്റെ സാമ്പത്തിക രേഖകൾ ഉടമയുടെ സ്വകാര്യ രേഖകളിൽ നിന്ന് വേറിട്ട് സൂക്ഷിക്കണം. അതാണ് ശരിയായിട്ടുള്ള ഉത്തരം, ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ട്രയൽ ബാലൻസ്? ഒരു ട്രയൽ ബാലൻസിന്റെ ഉദ്ദേശം എന്താണ്? എത്ര പേർക്ക് അറിയാം ഒരു ട്രയൽ ബാലൻസിന്റെ ഉദ്ദേശം എന്താണെന്ന്? ട്രയൽ ബാലൻസ് ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, പക്ഷെ അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പലർക്കും അറിയത്തില്ല. എന്താണ് ഒരു ട്രയൽ ബാലൻസിന്റെ ഉദ്ദേശം? ടു പ്രൂവ് ദാറ്റ് ദ total debits equal the total credits. To prove that the total debits equal the total credits. അതാണ് ട്രയൽ ബാലൻസിന്റെ ഉദ്ദേശം. അടുത്ത ക്വസ്റ്റ്യൻ. If the total debits do not equal the total credits in a trial balance, it indicates.
അതായത് ഒരു ട്രയൽ ബാലൻസിലെ ആകെ ഡെബിറ്റുകൾ മൊത്തം ക്രെഡിറ്റുകൾക്ക് തുല്യമല്ലെങ്കിൽ അത് എന്തിനെ സൂചിപ്പിക്കുന്നു? അത് സൂചിപ്പിക്കുന്നത് എന്താണ്? 4 ഓപ്ഷൻസ് ഉണ്ട്. ശരി ഉത്തരം ഏതാണ്? ചോദ്യം ഇത്ര കുഴപ്പിക്കുന്ന ചോദ്യം അല്ലേ? എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണല്ലേ. there is an error in bookkeeping records. there is an error in bookkeeping records. അടുത്ത ക്വസ്റ്റ്യൻ. which of the following is not a typical step in the accounting cycle? അതായത് താഴെ പറയുന്നവയിൽ ഏതാണ് അക്കൗണ്ടിംഗ് സൈക്കിളിലെ ഒരു സാധാരണ ഘട്ടം അല്ലാത്തത്? which of the following is not a typical step in the accounting cycle? ഏതാണ് ശരി ഉത്തരം? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ. ഹയറിംഗ് ന്യൂ എംപ്ലോയീസ്. ഹയറിംഗ് ന്യൂ എംപ്ലോയീസ് ഈസ് നോട്ട് എ ടിപ്പിക്കൽ സ്റ്റെപ്പ് ഇൻ ദ അക്കൗണ്ടിംഗ് സൈക്കിൾ. അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ക്ലോസിംഗ് എൻട്രീസ്? അതായത് ഈ എൻട്രികൾ അവസാനിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ക്ലോസിംഗ് എൻട്രീസ് ഉദ്ദേശം എന്താണ്? ആർക്കൊക്കെ അറിയാം ക്ലോസിംഗ് എൻട്രീസിന്റെ ഉദ്ദേശം എന്താണെന്ന്, പർപ്പസ് എന്താണ് എന്ന് ആർക്കൊക്കെ അറിയാം? ഒന്ന് ആലോചിച്ച് നോക്കി. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. ടു ട്രാൻസ്ഫർ ടെമ്പററി അക്കൗണ്ട് ബാലൻസസ് ടു എ പെർമനന്റ് അക്കൗണ്ട്. ടു ട്രാൻസ്ഫർ ടെമ്പററി അക്കൗണ്ട് ബാലൻസസ് ടു എ പെർമനന്റ് അക്കൗണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ. ടെമ്പററി അക്കൗണ്ട്സ് ഇൻക്ലൂഡ്, അതായത് താൽക്കാലിക അക്കൗണ്ടുകളിൽ ഇവ ഉൾപ്പെടുന്നു. ഏതാണ് താൽക്കാലിക അക്കൗണ്ടിൽ ഉൾപ്പെടുന്നത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? കണ്ടുപിടിച്ചോ. ഏതാണ്? റവന്യൂസ്, എക്സ്പെൻസസ് ആൻഡ് ഡ്രോയിങ്സ്. ടെമ്പററി അക്കൗണ്ടിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? റവന്യൂസ്, എക്സ്പെൻസസ് ആൻഡ് ഡ്രോയിങ്സ്. ടെമ്പററി അക്കൗണ്ട്സ് ഇൻക്ലൂഡ് റവന്യൂസ്, എക്സ്പെൻസസ് ആൻഡ് ഡ്രോയിങ്സ്. അടുത്ത ക്വസ്റ്റ്യൻ. The permanent account that is increased by net income is, അതായത് അറ്റാദായം വർദ്ധിപ്പിക്കുന്ന സ്ഥിര അക്കൗണ്ട് ആണ് ഏത്? The permanent account that is increased by net income is retained earnings account. Retained earnings or capital account. Retained earnings or capital account. അടുത്ത ക്വസ്റ്റ്യൻ. What is the formula for calculating net income? Net income കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? അറ്റാദായം കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം എന്താണ്? ആർക്കൊക്കെ അറിയാം? ശരിയായ ഉത്തരം 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടുപിടിച്ചോ. ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. റവന്യൂ മൈനസ് എക്സ്പെൻസസ്. റവന്യൂ മൈനസ് എക്സ്പെൻസസ്. അടുത്ത ക്വസ്റ്റ്യൻ. The statement of owner's equity shows changes in the owner's capital over a period of time due to, അതായത് ഉടമയുടെ ഇക്വിറ്റി സ്റ്റേറ്റ്മെന്റിൽ ഇനി പറയുന്ന കാരണങ്ങളാൽ ഒരു നിശ്ചിത കാലയളവിൽ ഉടമയുടെ മൂലധനത്തിലെ മാറ്റങ്ങൾ കാണിക്കുന്നു. ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണല്ലേ. ഓണേഴ്സ് കോൺട്രിബ്യൂഷൻസ്, net income and drawings. The statement of owner's equity shows changes in the owner's capital over a period of time due to owner's contributions, net income and drawings. അടുത്ത ക്വസ്റ്റ്യൻ. What is the primary difference between single entry and double entry bookkeeping? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സിംഗിൾ എൻട്രിയും ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗും തമ്മിലുള്ള പ്രാഥമിക വ്യത്യാസം എന്താണ്? പലരും സിംഗിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിനെ കുറിച്ചും ഡബിൾ എൻട്രിയെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? പക്ഷേ അതിൻ്റെ പ്രാഥമിക വ്യത്യാസം എന്താണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ പലർക്കുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ എങ്ങനെ ആൻസർ ചെയ്യും? ഏതാണ് ഇതിൻ്റെ അകത്ത് ശരി ഉത്തരം? ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ അല്ലേ. സിംഗിൾ എൻട്രി ഹാസ് 1 column for each account, while double entry has 2 debits and credit. Single entry has 1 column for each account, while double entry has 2 debit and credit. അടുത്ത ക്വസ്റ്റ്യൻ. What is the purpose of a bank reconciliation? What is the purpose of a bank reconciliation? എന്താണ് ബാങ്ക് അനുരഞ്ജനത്തിന്റെ ഉദ്ദേശം എന്താണ്? What is the purpose of bank reconciliation? ഏതാണ് ശരി ഉത്തരം? 4 ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ ബി ആണല്ലേ. To ensure that the
company's cash balance matches the bank's records. To ensure that the company's cash balance matches the bank's records. അടുത്ത question. Which of the following would typically be added to the bank balance in a bank reconciliation? അതായത് ഒരു ബാങ്ക് അനുരഞ്ജനത്തിന് സാധാരണയായി താഴെ പറയുന്നവയിൽ ഏതാണ് ബാങ്ക് ബാലൻസിലേക്ക് ചേർക്കുന്നത്? ഏതാണ് ബാങ്ക് ബാലൻസിലേക്ക് ചേർക്കുന്നത്? ആർക്കൊക്കെ അറിയാം? ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ, നോട്ട്സ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. നോട്ട്സ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following would typically be subtracted from the bank balance in a bank reconciliation? അതായത് ഒരു ബാങ്ക് അനുരഞ്ജനത്തിൽ സാധാരണയായി ബാങ്ക് ബാലൻസിൽ നിന്ന് താഴെ പറയുന്നവയിൽ ഏതാണ് കുറയ്ക്കുന്നത്? താഴെ പറയുന്നതിൽ ഏതാണ് കുറയ്ക്കുന്നത്? ആർക്കെങ്കിലും അറിയാം ഏതാ കുറയ്ക്കുന്നത്? കണ്ടുപിടിച്ചോ? ഏതാണ്? ഔട്ട്സ്റ്റാൻഡിംഗ് ചെക്സ് അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് വുഡ് ടിപ്പിക്കലി ബി സബ്ട്രാക്റ്റഡ് ഫ്രം ദ ബാങ്ക് ബാലൻസ് ഇൻ എ ബാങ്ക് റീകൺസിലേഷൻ? ഔട്ട്സ്റ്റാൻഡിംഗ് ചെക്സ്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following would typically be added to the book balance in a bank reconciliation? അതായത് ഈ ബാങ്ക് അനുരഞ്ജനത്തിൽ സാധാരണയായി ബുക്ക് ബാലൻസിലേക്ക് ചേർക്കുന്നത് ഇനി പറയുന്നവയിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് പറയുന്നുണ്ട്. അതിൽ ഏതാണ് ബാങ്ക് അനുരഞ്ജനത്തിൽ സാധാരണയായി ബുക്ക് ബാലൻസിലേക്ക് ചേർക്കുന്നത്? ഏതാണ്? നോട്ട്സ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. നോട്ട്സ് കളക്റ്റഡ് ബൈ ദ ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ. Which of the following would typically be subtracted from the book balance in a bank reconciliation? ബാങ്ക് അനുരഞ്ജനത്തിൽ സാധാരണയായി ബുക്ക് ബാലൻസിൽ നിന്ന് താഴെ പറയുന്നതിൽ ഏതാണ് കുറയ്ക്കുന്നത്? ഏതാണ് കുറയ്ക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കിയേ. ഏതാണ്? ഓപ്ഷൻ ഡി ആണല്ലേ, NSF നോൺ സഫീഷ്യന്റ് ഫണ്ട്സ് ചെക്സ്. NSF ചെക്സ്, നോൺ സഫീഷ്യന്റ് ഫണ്ട്സ് ചെക്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.